എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ സ്വീഡനിൽ നിന്ന് പതുക്കെ ഒന്ന് സ്ഥലം മാറി കേട്ടോ. ഇവിടെ സ്വിറ്റ്സർലൻഡിൽ സൂറിക്കിലേക്കാണ് ഇപ്പം ഞങ്ങൾ മൂവായിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് വിസിറ്റാണ് കേട്ടോ സൂറിക്കിലെ സൂ. അപ്പോൾ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മളിത് അവിടേക്ക് പോയി. അതും നമ്മൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച കുറേ ആനിമൽസിനെ അവിടെ കാണാൻ പോവുകയാണ്. അതിൽ ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ടൈം വരെ നോക്കിപ്പോയ ആളുകളാണ് ഇവർ പെൻഗ്വിൻസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പല സൂകളിലും പണ്ട് ഇവരുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇവരെ അവൈലബിൾ ആവില്ല. അവരെ കുറച്ച് നേരം കണ്ടു. അതിന് ശേഷം ഇതാരാന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ വെള്ളത്തിൽ കിടക്കുന്ന ആൾ. ഇവരുടെ കളി നല്ല ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവർ ഈ ഫിഷ് അടുത്ത് വരുമ്പോഴത്തേക്ക് അങ്ങ് താന്ന് സാൻഡിലേക്ക് പോകും. ഫിഷ് ദൂരേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും അവർ പൊങ്ങി വരും. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം വാച്ച് ചെയ്തു കേട്ടോ. കണ്ടോ, അവർ വീണ്ടും പൊന്തി വരുന്നു. ഫിഷ് വന്നോ അവർ പിന്നെ ആ സാൻഡിലേക്ക് പോകും. അങ്ങനെ കുറേ ആൽഗീസും ഫിഷസും ഒരു അണ്ടർ വാട്ടറിൽ പോയ ഒരു പ്രതീതി ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. എന്ത് രസമല്ലേ. ഇതുപോലെ ആയിരിക്കുമല്ലോ ഡീപ്പ് ബ്ലൂ സീ, അണ്ടർ വാട്ടർ സീ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ഒരു സ്കൂബ ഡൈവിംഗ് ഒന്നും ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത് മനോഹരമായിരിക്കും അണ്ടർ വാട്ടറിലുള്ള പല എന്താ പറയണേ കാര്യങ്ങളും എന്നുള്ളത്. പിന്നെ അവിടെ അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് പോയി. അവിടെ ആദ്യം നമ്മൾ കണ്ട ഒരു ബഞ്ച് ഓഫ് ഫ്ലെമിംഗോസാണ്. എന്ത് രസമുണ്ട് കാണാൻ അല്ലേ. സ്വീഡനിലെ ഫ്ലെമിംഗോസായിട്ട് ഇവർക്ക് ഇത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ക്യാമൽ, അവർ 3-4 പേര് ഭയങ്കര ബിസി ആയിരുന്നു. ഫീഡിങ് ടൈം ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ യാക്ക്, വൈറ്റും ബ്ലാക്കും പലതരം യാക്കുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഗോട്ടുകൾ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഉണ്ട്. ഇവരിടയ്ക്ക് ഇതിപ്പം നമ്മുടെ ടൈഗർമാരെ, പാന്തേഴ്സിനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. നമ്മൾ ആ ഏരിയയിലോട്ട് കയറുകയാണ്. പക്ഷേ ഇവരുടെ ഫീഡിങ് ടൈം കഴിഞ്ഞുകൊണ്ട് ഇവർ ഓരോരുത്തരത്ത് റെസ്റ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവരെ അങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇയാളെ മാത്രമാണ് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയത്. അതോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത്. അവിടുത്തെ ഒരു സീനിക് ബ്യൂട്ടിയാണിത്. അതോടെ എൻ്റെ ഈ പാർട്ട് 1 ഇവിടെ നിൽക്കുകയാണ്. പാർട്ട് 2 ഞാൻ വേഗം വരാം. ബൈ.